നമസ്കാരം. ഉത്തരത്തിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചില മണ്ഡലങ്ങൾ ഏറെ ചർച്ചാ വിഷയമാകുകയാണ്. വളരെ വാർത്താ പ്രാധാന്യവുമുണ്ട്. ഇതിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ തിരുവനന്തപുരവും ആറ്റിങ്ങലും പാലക്കാടും തൃശ്ശൂരുമാണ്. ഇതൊക്കെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥികൾ വളരെ ശക്തന്മാരായതുകൊണ്ടാണ് അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്നത്. എന്നാൽ ശക്തമായ ത്രികോണ മത്സരം ഇല്ലാത്ത LDFും UDFും നേർക്കുനേർ നിന്ന് പൊരുതുന്ന മണ്ഡലമാണ് വടകര മണ്ഡലം. വടകരയിലെ രാഷ്ട്രീയത്തിന് അല്പം ഒരു എരിവും പുളിവുമൊക്കെ ഉള്ളത് തന്നെയാണ്. അല്പം വാശിയേറിയതാണ്. 2019 തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ ചെന്താരകമായ P. ജയരാജനെ K. കരുണാകരൻ്റെ പുത്രൻ മുരളീധരൻ തോൽപ്പിച്ച മണ്ഡലമാണ് വടകര. വട്ടിയൂർക്കാവിൽ നിന്ന് K. മുരളീധരനെ വടകരയിലേക്ക് കൊണ്ടുപോയി. ആദ്യം മുരളീധരൻ വിസമ്മതിച്ചു. പക്ഷേ കാര്യങ്ങൾ അദ്ദേഹം നന്നായി പഠിച്ച് വടകരയെ കയ്യിലെടുത്തു. അങ്ങനെ ഇടതുപക്ഷത്തിന് പറ്റിയ ഒരു വലിയ നഷ്ടമായിരുന്നു വടകരയിൽ ഉണ്ടായത്. ഇക്കുറി അതുകൊണ്ട് തന്നെ വടകര തിരിച്ചു പിടിക്കണമെന്ന് CPM ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് KK ശൈലജയെ രംഗത്തിറക്കിയിരിക്കുന്നത്. KK ശൈലജ വരുമ്പോൾ കേരളത്തിലെ 2016 ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യമന്ത്രി, കഴിഞ്ഞ തവണ മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ MLA കൂടിയാണ് KK ശൈലജ. അതുകൊണ്ട് തന്നെയാണ് ശൈലജയെ വടകരയിലേക്ക് ഇറക്കിയിരിക്കുന്നത്, ആ ജനപ്രീതി കൊണ്ട്. പക്ഷേ ആ ജനപ്രീതി വടകരയിൽ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. KK ശൈലജയ്ക്ക് വോട്ടാക്കി മാറ്റാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഏറെ സംശയമാണ്. കാരണം TP വധം ആളുകൾ ഏറെക്കുറെ മറന്നുവെന്ന് LDF ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ വിധിയെത്തിയത്. CPMനെ ഏറെക്കാലം പ്രതിരോധത്തിലാഴ്ത്തിയ TP ചന്ദ്രശേഖരൻ വധം 12 വർഷം പൂർത്തിയാകുമ്പോഴായിരുന്നു വിധി. 5 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമടക്കം കടുത്ത ശിക്ഷ, പുതുതായി പ്രതി ചേർത്തവർക്കും ജീവപര്യന്തം. കീഴ്ക്കോടതി വിധിച്ച ശിക്ഷ വർദ്ധിപ്പിച്ചാണ് ഹൈക്കോടതി കടുത്ത ശിക്ഷ വിധിച്ചത്. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് KK ശൈലജ ഇതിനോട് പ്രതികരിച്ചത് തന്നെ. എന്നാൽ കോടതി ശിക്ഷിച്ചതുകൊണ്ട് കുറ്റക്കാരനാകില്ലെന്നാണ് EP ജയരാജൻ പറഞ്ഞത്. TP വധത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് പറയുമ്പോഴും സംഭവിച്ചതെല്ലാം തന്നെ പകൽ പോലെ വ്യക്തമാണ്. ഇപ്പോഴും കേരള ജനത സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് TP ചന്ദ്രശേഖരൻ വധം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വീണ്ടും TP വധക്കേസ് ചർച്ചയാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഹൈക്കോടതി വിധിയെ അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് LDF ശ്രമിക്കുന്നത്. KK ശൈലജയുടെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പോലെയുള്ള വലിയ തെരഞ്ഞെടുപ്പിൽ TP ചന്ദ്രശേഖരൻ വധം ചർച്ചയാകേണ്ടതില്ല എന്ന ശൈലജയുടെ നിലപാടിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. വടകരയുടെ വികസന മുരടിപ്പാണ് ചർച്ചയെന്നൊക്കെ LDF പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ TP വധം ചർച്ചയാക്കാൻ തന്നെയാണ് UDF നീക്കം. TP ചന്ദ്രശേഖരനെ മുൻപൊരിക്കൽ കുലംകുത്തി എന്നാണല്ലോ പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. പക്ഷേ TPയുടെ മരണമുണ്ടാക്കിയ കയത്തിൽ നിന്ന് CPMന് പൂർണ്ണമായിട്ടും കരകയറണമെങ്കിൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം. അതിനല്പം പ്രയാസപ്പെടും. കാരണം വടകരയിലെ രാഷ്ട്രീയം അത്തരത്തിൽ മാറി മറിഞ്ഞിരിക്കുകയാണ്. വീണ്ടും വടകര നിലനിർത്തണമെന്ന് തന്നെയാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സിറ്റിംഗ് MP ആയ K. മുരളീധരൻ തന്നെ അവിടെ മത്സരിക്കുകയാണ്. KK രമ സജീവമായിട്ട് തന്നെ വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ UDFന് വേണ്ടി ഉണ്ടാവും. കാരണം KK രമയുടെ അഭിമാന പോരാട്ടം തന്നെയാണ് ഇത്. എന്തായാലും CPMനെ ഒരു വലിയ പ്രതിരോധത്തിൽ ആഴ്ത്തിയിരിക്കുന്ന ഒന്നാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഇത്തരത്തിലുള്ള ഒരു വിധി കൂടി വന്നിരിക്കുമ്പോൾ. എന്തായാലും KK ശൈലജയെ ഇവിടെ നിന്ന് ജയിപ്പിച്ച്
വിടണമെന്ന് പിണറായി വിജയനും വലിയ ആഗ്രഹമുണ്ട്. പിണറായിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് കെ ശൈലജയെ 2016 തന്നെ ഒരു പ്രശസ്തിയുടെ ഒരു പാരമ്യത്തിലെത്തിയപ്പോഴാണ് കാരണഭൂതനങ്ങ് വെട്ടിനിരത്തിയത്. അതുകൊണ്ട് 2021 എന്ത് ചെയ്തു? മന്ത്രി പദവിയിൽ നിന്ന് അങ്ങ് മാറ്റി നിർത്തി. അപ്പോൾ ഒരുപക്ഷെ കേരള ജനത കേരളത്തിൻ്റെ ഒരു ഭാവി വനിതാ മുഖ്യമന്ത്രിയായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ കാണണ്ട എന്ന് തന്നെ കരുതിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ കെ ശൈലജയെ വടകരയിലെ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിക്കുന്നത്. വടകരയിൽ നിന്ന് ജയിച്ചു പോയി കഴിഞ്ഞാൽ മരുമകന് വേണ്ടി കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. അതുകൊണ്ട് CPM-ന് 2 തരത്തിലാണ് ഇത് അഭിമാന പോരാട്ടവും ജയിക്കണമെന്നുള്ളതും. ഒന്ന്, TP വധത്തിലൂടെ ഇത് CPM പ്രതിരോധത്തിൽ ആഴ്ത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കണം. മറ്റൊന്ന്, പിണറായി വിജയന് വേണ്ടി, പിണറായിയുടെ കുടുംബത്തിന് വേണ്ടി, പാർട്ടിയെ ആ വഴിയിലൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയും ശൈലജയെ വിജയിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഇത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന്, പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുന്നുണ്ട്. 2, TP ചന്ദ്രശേഖരൻ വിഷയം കേരളത്തിൽ പ്രത്യേകിച്ച് വടകരയിൽ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇത് കാര്യങ്ങൾ മാറിമറിയും എന്നുള്ളതാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഒരാത്മവിശ്വാസത്തിലാണ് CPM നിൽക്കുന്നത്. പോരാത്തതിന് കെ ശൈലജ എന്ന ജനപ്രിയ നേതാവ് സ്ഥാനാർത്ഥിയും അതേസമയം ശൈലജയെ ജയിപ്പിച്ച കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കുക എന്ന ഗൂഢലക്ഷ്യം പാർട്ടിയിലെ ചിലർക്കുണ്ടെന്ന് ഒരു പിന്നാമ്പുറ വർത്തമാനവും ഉണ്ട്. എന്തായാലും വടകരയിൽ നിന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അത് വടകരയിൽ സംഭവിക്കാൻ പോകുന്നത് ആരുടെ ജയം എന്നുള്ളതിനപ്പുറം TP വീണ്ടും കേരളത്തിൽ ചർച്ചയാകുന്നു എന്നുള്ളതാണ്. TP കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല എന്നുകൂടി വ്യക്തമാകുകയാണ്.